കേരള സർവകലാശാല സെനറ്റ് ഹൌസ് കവാടത്തിനു കുറുകെ ഗവർണർക്കെതിരായ SFI കെട്ടിയ ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശം. വൈസ് ചാൻസലറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന ബാനർ അഴിച്ചുമാറ്റാനാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, നേരത്തെ തന്നെ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ബാനറുകൾ പതിച്ചിരുന്നത് നീക്കം ചെയ്യണം എന്ന് ഗവർണർ തന്നെ ശഠിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം സർവകലാശാല ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് സംസാരിച്ചത് മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചതാണ്. പക്ഷേ അത് ആരെയാണ് വിളിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ എന്താണ് സാഹചര്യം? അഭിലാഷ്, സ്വാഭാവികമായും ഗവർണർ തിരുവനന്തപുരത്താണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പൊതുപരിപാടികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സർവകലാശാല കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിൽ കേരള സർവകലാശാലയുടെ ഈ സെനറ്റ് ഹൌസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ SFI പ്രവർത്തകർ കെട്ടിയ ഒരു ബാനർ ഉണ്ട് ഗവർണർക്കെതിരെ. അത് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രാർക്കാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ്. സ്വാഭാവികമായും സർവകലാശാലയുടെ പ്രതിച്ഛായയെ അത് ബാധിക്കും. ഇത് ഈ രീതിയിൽ ബാനറുകൾ തുടരുകയാണെങ്കിൽ, അത് വിവാദമാവുകയാണെങ്കിൽ സർവകലാശാലയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി തന്നെ അത് ബാധിക്കും. അത് പാടില്ല. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായി ഈ സെനറ്റ് ഹൌസിന് കുറുകെ കെട്ടിയിരിക്കുന്ന ബാനർ നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി തുടർ നീക്കം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. രജിസ്ട്രാറാണ് ഈ ബാനർ നീക്കാൻ നിർദ്ദേശം നൽകേണ്ടതും. അങ്ങനെയാണെങ്കിൽ അത് നീക്കിയാൽ SFIയുടെ ഭാഗത്തു നിന്ന് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കേരള സർവകലാശാലകളുടെ കീഴിൽ വരുന്ന കോളേജുകളിലും ആ രീതിയിലൊരു നിർദ്ദേശം കൊടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. വിശദാംശങ്ങളാണ് ഐശ്വര്യ അനിൽ നൽകിയത്.